അവസരം തന്നതും സിനിമയാണ്. അപ്പൊ എപ്പോഴും നിങ്ങളോട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആസിഫിക്ക. നമുക്ക് ഒരുപാട് ചോദിക്കണം, വിശേഷങ്ങളൊക്കെ ഒന്നുണ്ട്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വേദിയിൽ ചെയ്യാനായിട്ടുണ്ട്. ആസിഫിക്കയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് കുറേ അധികം ആളുകൾ ഫോട്ടോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവർ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആസിഫിക്കയ്ക്കായിട്ടുള്ള സ്നേഹം കൊടുക്കാം. ഈ ചേട്ടൻ ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കാം. ഒന്ന് വന്നോളൂ ചേട്ടാ. ചേട്ടൻ നല്ലൊരു ഉഗ്രൻ ക്യാപ്ഷനോടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിമുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ പൊന്നോ, ഞാനിതൊന്ന് വായിച്ചോട്ടെ. ഇത് എന്തോ എഴുതിയിരിക്കുന്നത്? അഭിനേതാക്കളാം മുൻ തലമുറ തൻ ജ്ഞാനമില്ലാതെ അഭിനയ മോഹം ആവേശമാർന്ന് മുന്നോട്ട് നയിക്കവേ ആരാധക മനസ്സിൽ യുവഹരിത താരമായി മുന്നേറിടും ആസിഫ് അലിക്ക് കിട്ടട്ടെ സ്നേഹമേ ഛായാചിത്രം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഓൾ റൈറ്റ്, ഇനി എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഈ സ്നേഹ സമ്മാനം ആസിഫിക്കയ്ക്ക് കൊടുക്കാം. വളരെ പെട്ടെന്ന് കേട്ടോ. ഒരു കൈയടി, ഒരു മനസ്സ് നിറഞ്ഞ കൈയടി കേട്ടോ മോൾക്ക് വേണ്ടിയിട്ടും ഈ സ്നേഹ സമ്മാനത്തിന് വേണ്ടിയിട്ടും. ഒരുപാട് സന്തോഷം. ആസിഫിക്കയ്ക്കുള്ള സ്നേഹവുമായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. യെസ്, നമുക്ക് ഫോട്ടോസൊക്കെ കൊടുക്കാം. നമ്മൾ കുറച്ച് സമയം വളരെ പ്രധാനപ്പെട്ട 1-2 ചടങ്ങുകൾ നമ്മുടെ വേദിയിൽ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാനായിട്ടുണ്ട്. സോ അടുത്തായിട്ട് മൈറ്റിയുടെ ഇൻ ഹൗസ് മാഗസിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മൈറ്റിയുടെ ഇൻ ഹൗസ് മാഗസിൻ പ്രകാശനത്തിലേക്ക്, ആ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ പോവുകയാണ്. മൈറ്റിയൻസിൻ്റെ ക്രിയേറ്റിവിറ്റികളും മൈറ്റിയുടെ പ്രവർത്തനങ്ങളും മൈറ്റിയുടെ വളർച്ചയും എല്ലാം അടയാളപ്പെടുത്തുന്ന മാഗസിൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആസിഫ് അലിയും അതുപോലെ തന്നെ മൈറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഷാജിക്കയും ചേർന്നുകൊണ്ട് പ്രകാശനം ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ മാഗസിൻ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച മൈറ്റിയുടെ മീഡിയ റിലേഷൻ സീനിയർ മാനേജറും ഈ മാഗസിന്റെ എഡിറ്റർ ഇൻ ചാർജുമായിട്ടുള്ള ആത്മജൻ, ഒരു ഗംഭീര കൈയടി കൊടുത്തോണ്ട് നമുക്ക്